നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളുടെ കൈകളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏതാനും യോഗ എക്സസൈസുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പം സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മളുടെ കൈകളുടെ ബലം വർദ്ധിപ്പിക്കാൻ ആം സ്ട്രെങ്തനിങ് എക്സസൈസ് അതാണ്. ഓക്കെ, നമുക്ക് പ്ലാങ്ക് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് കൈകൾ കുത്തി ഈ ഒരു രീതിയിൽ ഉയരുക. കൈകൾ ഷോൾഡർ വിഡ്ത്ത് അകലത്തിൽ, കാലുകൾ ഇതുപോലെ വിരലുകൾ കുത്തുക. എന്നിട്ട് അല്പം ഒന്ന് ഫോർവേഡ് മുമ്പോട്ട് അല്പം തള്ളി വന്നിട്ട് നമ്മുടെ ഷോൾഡറും കൈ വെച്ചിരിക്കുന്നതും ഒരേ ലെവലിലാകാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ഫുൾ വെയിറ്റ് നമ്മുടെ ഈ കൈകളിൽ കൊടുക്കുക. വിരലുകൾ വിടർന്നിരിക്കട്ടെ. ഈ ഒരു പൊസിഷനിൽ ഒരു 10 വരെ എണ്ണം വരെ നിൽക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇത് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഒരു 3 തവണയോ 4 തവണയോ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാം. ഈ ചതുരംഗ ദണ്ഡാസന അല്ലെങ്കിൽ പ്ലാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അടുത്തത് നമുക്ക് ഡൗൺവേർഡ് ഫേസിങ് ഡോഗ് പോസ് അത് ചെയ്യാം. അതും ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് കൈകൾ കുത്തി വിരലിൽ ഊന്നി ഉയരുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരിക. കൈ നമ്മളുടെ മാറ്റിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. വിരലുകൾ അകന്നിരിക്കണം. ഓക്കെ, ഈ ഒരു രീതിയിൽ നിൽക്കുക. ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ ഈ രീതിയിൽ നിൽക്കുക. കൈയിലേക്ക് നല്ല ബലം കൊടുത്ത് മാറ്റിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കുക. വിരലുകൾ നല്ല അകത്തിരിക്കണം. ഓക്കെ, അഞ്ച് സെക്കൻഡോ 10 സെക്കൻഡോ ഈ പൊസിഷനിൽ നിന്നിട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 5 സെറ്റ് ചെയ്യുക. എപ്പോഴും ഈ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ കൈ പ്രസ് ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, റിവേഴ്സ് ടേബിൾ ടോപ്പ്. ഇതുപോലെ കാലുകൾ ഇങ്ങനെ വെച്ചിരിക്കുക. കൈ ഇവിടെ കുത്തുക. കാലുകൾ ഷോൾഡർ വിഡ്ത്ത് അകലം. കൈ വിരല് ഈ ഭാഗത്തോട്ട് പ്രസ് ഫ്രണ്ടിലേക്ക് വിരല് വെച്ച് ഇങ്ങനെയല്ല ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് സാവധാനം ഉയരുക. റിവേഴ്സ് ടേബിൾ ടോപ്പ്. 5, 4, 3, 2, 1 ഇരിക്കുക. വീണ്ടും ഇത് ചെയ്യുമ്പോഴും ഫുൾ നമ്മൾ കൈ നല്ല ഫോഴ്സിൽ മാറ്റിൽ കൈയും കാലും മാറ്റിലേക്ക് ഫോഴ്സ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കണം. 5, 4, 3, 2, 1. ഈ റിവേഴ്സ് ടേബിൾ ടോപ്പ് എക്സസൈസും നിങ്ങൾ ഒരു 3 സെറ്റ് ചെയ്യുക. അതുപോലെ കൗണ്ട് ചെയ്യുന്നത് 10 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് ആ പൊസിഷനിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി ഇങ്ങോട്ട് വലിച്ചിട്ടത്. വാരിയർ പോസ് 2. വാരിയർ പോസ് 2 ചെയ്തു. 2 ചെയ്യുന്നത് അറിയാതിരിക്കട്ടോ. ഈ കാല് ഇതിന് തറയ്ക്ക് ലംബമായിട്ട് വരണം. ഈ കാല് മാക്സിമം വലിച്ചു വെക്കണം. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ് വാരിയർ 2, വീരഭദ്രാസന 2. കാല് ഇവിടെയാണ് നമ്മുടെ ഫുൾ വെയിറ്റ് കൊടുക്കേണ്ടത്. ഈ മടങ്ങിയ കാലിലാണ്. എന്നിട്ട് കൈ നല്ല ബലത്തിൽ നോർത്ത് പിടിക്കുക. വാരിയർ പോസ് ഇത്രയാണ്. എന്നിട്ട് ഈ 2 കൈകളും നമ്മൾ സ്മോൾ റൊട്ടേഷൻ, ഇതൊരു 10 റൊട്ടേഷൻ ചെയ്യുക. ദെൻ നിങ്ങൾ ഇങ്ങനെ കൈകൾ ഇങ്ങനെ വെക്കുക. ഈ ഒരു പൊസിഷനിൽ വെക്കുക. എന്നിട്ട് നല്ല ഫോഴ്സ് കൊടുക്കുക. നമ്മൾ എന്തേലും ഇങ്ങനെ തള്ളി പിടിക്കുന്ന പോലെ ഒരു ഫോഴ്സ്
ഈ നമ്മുടെ കൈപ്പത്തിക്ക് കൊടുക്കുക. ഇങ്ങനെ നല്ല ഫോഴ്സിൽ കൊടുത്ത് തള്ളി പിടിക്കുന്ന പോലെ. ഇത് അപ്പുറത്തെ സൈഡിലേക്ക് നിങ്ങൾ ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുക. സ്മോൾ റൊട്ടേഷനാണ്. ആംസ് മാത്രം, ഈ റിസ്റ്റ് മാത്രം റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ചും ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ ഇങ്ങനെ ഫോഴ്സിൽ തള്ളി പിടിക്കുന്ന പോലെ ബലം കൊടുക്കുക. ഇത് നമ്മളുടെ കൈക്ക് ബലം വർദ്ധിക്കാൻ സഹായിക്കുന്ന എക്സസൈസാണ്. നെക്സ്റ്റ് വൺ. ഫസ്റ്റ് കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുക. ചെയർ പോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ചെയർ പോസ് കാണാൻ പറ്റത്തില്ല. ചെയർ പോസ് ചെയ്യാൻ കാലുകൾ ചേർത്ത് വെച്ച് നിന്നു. നമ്മുടെ കൈയൊക്കെ അടുപ്പിച്ച് നിന്നു. എന്നിട്ട് നമ്മൾ ഹിപ്പ് ബാക്കിലേക്ക് തള്ളി ചെയറിലിരിക്കുന്ന പോലെ ഇരുന്നു. ഇവിടെ ഒക്കെ ചേർത്ത് വെക്കുക. കാല് ചേർത്ത് വെക്കുക. എന്നിട്ട് കൈകൾ രണ്ടും ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നല്ല പ്രസ് ചെയ്ത് പിടിക്കുക. ഇത്രയും ഭാഗം രണ്ട് കൈ ഇത്രയും ഭാഗമായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് അല്പം ഇത് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി. അപ്പം ഇവിടെയൊക്കെ നല്ല ചേർത്ത് ബലം കൊടുത്ത് വേണം ഇരിക്കാൻ. അതുപോലെ കൈ നന്നായിട്ട് ഈ രണ്ട് കൈകളും ചേർത്ത് പ്രസ് ചെയ്ത് വേണം ഈ ഒരു മൂവ്മെന്റ് ചെയ്യാൻ. ഉയർത്തുമ്പോഴും നിങ്ങൾ ചേർത്ത് കാല് ചേർത്ത് വെച്ചു. ചെയറിലിരിക്കുന്ന പോലെ ഇരുന്നു. കൈകൾ നല്ല പ്രസ് ചെയ്ത് ബലം കൊടുത്ത് പ്രസ് ചെയ്ത് ദെൻ സ്ലൈറ്റ്ലി ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നെ വീണ്ടും ചെസ്റ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. വീണ്ടും ഉയർത്തുക. വീണ്ടും ഇങ്ങനെ കൊണ്ടുവരിക. ഇപ്പം ഈ ഒരു ഭാഗത്ത് നല്ലതായിട്ടൊരു സ്ട്രെച്ചിങ്ങും പ്രഷറും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ യോഗ എക്സസൈസുകളെല്ലാം നമ്മളുടെ കൈകളുടെ ബലം, മസിൽ പവർ ഒക്കെ കൂട്ടാൻ വളരെ സഹായകമാണ്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. വയർ ലിഫ്റ്റ് 2 ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതും പുഷ് ചെയ്ത് പിടിക്കുന്നതും ഒക്കെ താരതമ്യേന എളുപ്പമുള്ള എക്സസൈസുകളാണ്. അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി നിങ്ങൾക്ക് നിന്നിട്ട് ഈ കൈ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇത് ബാക്കിലേക്ക് തള്ളുക. ഈ കൈ ഇത് പുഷ് ചെയ്ത് ബലം കൊടുത്ത് പിടിക്കുക. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. റിലീസ് ചെയ്യുക. വീണ്ടും ഇങ്ങനെ പിടിച്ച് ബലം കൊടുക്കണം കൈക്ക്. അപ്പം ഇതിലെളുപ്പമുള്ളതൊക്കെ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് ദെൻ ബൈ.